സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. ഓൾ ഇൻക്ലൂസീവ് റിസോർട്ട് അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? നമ്മുടെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടിൽ വന്ന് താമസിക്കുന്നത്. അപ്പോൾ ഒരു ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടിലാണ് ഞാൻ ഇന്ന് പോയി താമസിക്കാൻ പോകുന്നത്. മാരിയറ്റിൻ്റെ റോയൽട്ടൺ എന്ന് പറയുന്ന ഒരു ഓൾ ഇൻക്ലൂസീവ് റിസോർട്ട്. ഈ ഓൾ ഇൻക്ലൂസീവ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻക്ലൂസീവാണ് ഗൈസ്. അതായത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, പിന്നെ മദ്യം, കോക്ടെയിൽ, ജ്യൂസ്, അങ്ങനെ എന്തൊക്കെ റെസ്റ്റോറൻറ്റിലുണ്ടോ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും, ഫുഡും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് ഓൾ ഇൻക്ലൂസീവ് റിസോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഉള്ള കരീബിയൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടുകൾ എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന ഈ ഒരു റോയൽട്ടൺ എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ബീച്ച് റിസോർട്ടിന് $200 ഞാൻ റൂം ബുക്ക് ചെയ്തത്. $200 അതൊരു ഓഫ് സീസൺ ആയതുകൊണ്ട് കിട്ടിയൊരു സ്പെഷ്യൽ റേറ്റ് ആണ്. എന്തൊക്കെ ഈ റിസോർട്ടിലുണ്ടോ അതൊക്കെ നമുക്ക് ഈ $200 നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് ഞാൻ ഒറ്റ ഒരാളായതുകൊണ്ടാണ് $200 കിട്ടിയത്. 2-3 പേരൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ നല്ല അടിപൊളി വാട്ടർ വ്യൂ വില്ലായും അതേപോലെ തന്നെ നല്ല കിഡിലൻ സ്വിമ്മിംഗ് പൂളും നല്ല കിഡിലൻ പ്രൈവറ്റ് ബീച്ചും ഒക്കെ ആയിട്ട് ഒരു കിഡിലൻ സെറ്റപ്പ് ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ യാത്രയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിസോർട്ടിൽ താമസിക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം കരീബിയനിലെ ഓൾ ഇൻക്ലൂസീവ് റിസോർട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. Sujit, Rekunada. Sujit? Yeah, Sujit, yeah. So you can find Sujit. Yeah, this one. This one? Yeah. So എനിക്കിവിടെ ചെക്ക് ഇൻ ചെയ്യണം. Hi. Can we have your passport, please? Yeah, sure. ഞാനിവിടെ ഒന്ന് ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് സമയമായിട്ടില്ല റൂം കിട്ടാനായിട്ട്. ഒരു ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നു. അപ്പോൾ എനിക്ക് ബാൻഡൊക്കെ തന്നു. ഇതുണ്ടോ, ഇതാണ് എനിക്ക് ബാൻഡ്. അപ്പോൾ എനിക്ക് ബാഗ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ so they will keep the bag. Yeah, hi. So yeah, I think you can keep the bags here. Yeah, so Yeah, you sure. know everything ready, is it? It's not yet ready, so I'll just go grab food and come. Okay. So I'll keep this as well. Yeah. Thank you. നമുക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അതാണ് പരിപാടി. ഇത് ഒരു ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടാണ്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കള്ളും ഫുഡും എന്തൊക്കെയാണോ അതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ വേറെ പൈസ ഒന്നും കൊടുക്കണ്ട. ഇതിന് ഞാൻ ആകെ കൊടുത്തിരിക്കുന്നത് $200 ആണ്. $200 എനിക്ക് ഈ ഹോട്ടൽ റൂം കിട്ടാൻ കാരണം ഇതൊരു ഓഫ് സീസൺ ആയതുകൊണ്ടാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നല്ല ആംബിയൻസ് ആണ്, തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഓൾ ഇൻക്ലൂസീവ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ യൂഷ്വലി എവിടെയെങ്കിലുമൊക്കെ വന്ന് ട്രാവൽ ചെയ്ത് 2-3 ദിവസം ഇവിടെ ഇങ്ങനെ നിൽക്കും. അതാണ് അവിടുത്തെ ഓൾ ഇൻക്ലൂസീവ് റിസോർട്ട് എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഈ കാണുന്ന ഒരു ബാറാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ബാറിലൊക്കെ ആൾക്കാരൊക്കെ വരും. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒരു ആകാശ ദൃശ്യം നോക്കിയാലേ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇവിടെ വാഴ, ബാക്കിയുള്ള പരിപാടികളും പല സംഭവങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ആകെ പേയ്മെൻറ്റ് ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത്, നമുക്ക് സ്പാ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ ഇതിനകത്തൊരു സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻ്റ് ഉണ്ട്, ആ റെസ്റ്റോറൻറ്റിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണം. ബാക്കിയുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളിലും നമുക്ക് പോയി ഭക്ഷണം കഴിക്കാനും പിന്നെ ബുഫേ ഉണ്ട്, ബുഫേയിൽ പോയി കഴിക്കാനും അതിനുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതാണ് ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കടൽ തീരത്ത് തന്നെയുള്ള ഒരു ബീച്ച് റിസോർട്ടാണ്. നല്ല മനോഹരമായിട്ടുള്ള, ഇത് കടലല്ല, ഇത് കടലിൻ്റെ സമീപത്ത് ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. വിജനമായിട്ടുള്ള ഒരു ലൊക്കേഷനിലുള്ള ഒരു സ്ഥലം. ഇവിടെയൊക്കെ അപ്പുറത്താണ്, ആ കാണുന്ന സ്ഥലത്താണ് റൂംസും കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ റിസോർട്ടിൽ കയറി കഴിഞ്ഞാൽ കുറേ നടക്കാനും പിടിക്കാനും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് റൂമിലേക്കും അവിടെയൊക്കെ നമ്മൾ എത്തുകയുള്ളൂ. ഇവിടെ നമുക്കൊരു കഫേ ലോഞ്ച് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ സംഭവങ്ങളും ഈ ടാഗിലായിരിക്കും. ഈ ടാഗ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ $150 കൊടുക്കണം. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ടാഗ് നഷ്ടപ്പെടാൻ പാടില്ല. അത് നമ്മുടെ കയ്യിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വൈകുന്നേരങ്ങളാകുമ്പോഴത്തേക്കിനും ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ ആക്ടിവിറ്റീസാണ് ഈ കാണുന്നത്. 6 മണി മുതൽ ഓരോ ദിവസവും മൺഡേ എന്താണ്, ട്യൂസ്ഡേ എന്താണ്, വെനസ്ഡേ എന്താണ്, തേഴ്സ്ഡേ എന്താണ്, ഫ്രൈഡേ എന്താണ്, സാറ്റർഡേ എന്താണെന്നൊക്കെ പറഞ്ഞ് DJ ഉണ്ടാവും, കരോക്കെ നൈറ്റ് ഉണ്ടാവും. പിന്നെ രാത്രി 11:30 വരെ ആഫ്റ്റർ പാർട്ടി DJ കോഴ്സ് അതെല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകിട്ടാകുമ്പോഴത്തേക്കിനും ഗംഭീര പരിപാടികളൊക്കെ ആയിരിക്കും. പിന്നെ എല്ലാ ദിവസവും രാവിലെ ഫിറ്റ്നസ് പ്രോഗ്രാം ഉണ്ടാവും, ഇൻക്ലൂഡിങ് യോഗ, പിന്നെ ട്രെയിനിങ്, എയറോബിക്സ്, അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. കിക്ക് ബോക്സിങ്, ഓരോ ദിവസവും ഓരോരോ സംഭവങ്ങളാണ്. TRX ട്രെയിനിങ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഉച്ച ആയതുകൊണ്ട് ആരും ഇല്ലാത്തതാണോ അതോ ഇപ്പം ഇവിടെ മൊത്തത്തിൽ ആരും ഇല്ലാത്തതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നോക്കാം. പിന്നെ ഇതിനകത്ത് ഇവിടെ ഒരു സ്റ്റോറുണ്ട്. ഈ ഒരു സ്റ്റോർ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനായിട്ട്. ഈ റിസോർട്ടിൽ നമ്മൾ വരുമ്പോഴത്തേക്കിനും ഇവിടെയൊക്കെ നമുക്ക് ഡ്രസ് കോഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് വൈകുന്നേരങ്ങളിൽ ചില റെസ്റ്റോറൻറ്റുകളിൽ ഫുഡ് കഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ് കോഡ് ഉണ്ടാവും. പിന്നെ ആ ഡ്രസ് കോഡ് യൂസ് ചെയ്യേണ്ടി വരും. അത് സ്മാർട്ട് ക്യാഷ്വലും പിന്നെ
ചിലപ്പം എലഗൻ കാഷ്വൽ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ റിസോർട്ട് സ്റ്റൈൽ ഡ്രസ്സ്, നമുക്ക് നിക്കർ ഉടുപ്പൊക്കെ ഇടാം. പക്ഷേ എന്നാലും ചില സമയങ്ങളിൽ ചില റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ വി മേ ഹാവ് ടു എന്താ പറയുക ഡീൽ വിത്ത് ദെയർ മറ്റേ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് ഇവരുടെ റെസ്റ്റോറൻറ്റുകളുടെ ഏരിയ ആണ്. ഇവിടെ നമുക്ക് സ്കോർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവം കാണാം. സ്കോർ റെസ്റ്റോറൻറ്റ്, അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റുകൾ കാണാം. ഇത് ഗംഭീര ഏരിയ കേട്ടോ, നല്ല കിട്ടിയിലെ സെറ്റപ്പ് സ്ഥലം മോനെ, തകർത്ത്. ഇത് ഹണ്ടർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, പിന്നെ ഔട്ട്ഡോർ ഡൈനിങ് ഏരിയ ഉണ്ട്. ചിലതൊന്നും ആരും ഇല്ലാത്ത എന്താ ഞാനത് ആലോചിക്കുന്നു. ഇനി ആൾക്കാർ ചിലപ്പം ബീച്ചിലും പകലല്ലേ ആൾക്കാർ ബീച്ചിലും പിന്നെ വേറെ പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടെ സ്പായും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് മുറിയാണ്. ഇത് സ്വിം ഔട്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. അതായത് ഇവിടെ നമുക്ക് ഈ താഴെ കാണുന്ന റൂമുകളായിരിക്കും, അതിൽ നിന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇങ്ങനെ സ്വിം ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വിമ്മിംഗ് പൂളിലേക്ക്, ചെറിയൊരു സംഭവം, സ്വിമ്മിംഗ് പൂൾ കണക്റ്റഡ് ഒന്നുമല്ല, ഇത് ചെറിയൊരു സംഭവം. അതായത് ഇവിടെ ഇങ്ങനെ ഇറങ്ങി വെള്ളത്തിൽ കിടക്കുക, അതാണ് സ്വിം ഔട്ട് എന്ന് പറഞ്ഞ പരിപാടി, അത്രേ ഉള്ളൂ. പിന്നെ ഇതിന് മുകളിലേക്കായിരിക്കും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഇവിടെ ചില സ്ഥലത്ത് ഇപ്പോൾ അവിടെ വരുന്ന വഴിക്ക് അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ആൾ വൈനും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ പല കൗണ്ടറുകളുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കുറേ നടക്കാനുണ്ട്. ഒരറ്റത്തുനിന്ന് അങ്ങ് അറ്റം വരെ പോകാനായിട്ട് 1-2 കിലോമീറ്ററൊക്കെ നടക്കേണ്ടി വരും. ഞാൻ തള്ളിയതല്ല, 1-2 കിലോമീറ്ററൊക്കെ തന്നെ നടക്കണം. ഇവിടെ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ഏരിയ കാണാം. പിന്നെ ഈ കാണുന്നതൊക്കെയാണ് റൂംസ്. ഇതിങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലും താഴേക്കായിട്ടായിരിക്കും പല സ്ഥലങ്ങളിലായിരിക്കും റൂംസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനകത്ത് ഏറ്റവും താഴെയാണ് മറ്റേ സ്വിം ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ അങ്ങോട്ട് നടന്ന് തീരണ്ടില്ലല്ലോ. ശരിക്കും ഇത് ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് വേണം ഇവിടെയൊക്കെ താമസിക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്നത്, ഞാൻ നേരത്തെ ബുക്ക് ചെയ്തതാണ്, ഒരു മാസം മുമ്പ് ഞാൻ ബുക്ക് ചെയ്തതാണ്. ഇത് എന്താ പറയുക, ഇത് അതിൻ്റെ ഒരു ഫൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ആളുകളായിട്ട് വന്ന് താമസിക്കണം, അപ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഫണ്ണ്. ഇവിടെ ഒറ്റയ്ക്ക് വന്ന് താമസിക്കുന്ന ഏക വ്യക്തി മിക്കവാറും ഞാനായിരിക്കും, വേറെ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും പരിപാടികളൊക്കെ ഉണ്ടാവും. അവിടെ ചെറിയ മിനി വാട്ടർ തീം പാർക്ക് പോലത്തെ എന്തോ സെറ്റപ്പുകളൊക്കെ നമുക്ക് കാണാം. ഇത് ഇവിടുത്തെ ഒരു വെയ്ഡിങ് പൂൾ എന്ന് പറയുന്ന സംഭവമാണ്. നമുക്ക് കൊച്ചുകുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. അതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ ചെറിയ പൂളിനകത്തോട്ട് ഇങ്ങനെ ചാടുന്ന പോലത്തെ പരിപാടി. അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ ചാടി വരുന്നുണ്ട്. എല്ലായിടത്തും ഷവറും പിന്നെ അതേപോലെ തന്നെ സൺ ബേത്തിങ് ചെയ്യാനുള്ള ചെയറുകളും പിന്നെ ഇതുപോലെയുള്ള പല പുറത്തുള്ള സ്ഥലങ്ങളും ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ആ ഒരു ബിൽഡിങ്. ഇവിടെ ശരിക്കും ഈ കാണുന്ന ഒരു ചെറിയൊരു മലയുണ്ടെന്ന് തോന്നുന്നു, ആ മലയുടെ സൈഡിലേ ഇത്. ഇവിടെ നമുക്ക് ഔട്ട്ഡോർ ഗെയിമിംഗ് ഏരിയ ആണ്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗെയിമൊക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ കൊച്ചു കുട്ടികൾക്കുള്ള ഇത്തരത്തിലുള്ള ഒരു ക്ലബ് ഹൗസ് ഉണ്ട്, അതായത് കിഡ്സ് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ട്. അത് തന്നെ ഔട്ട്ഡോറും ഇൻഡോറുമായിട്ടുള്ള സെപ്പറേറ്റ് സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാം. അപ്പോൾ കൊച്ചു കുട്ടികളായിട്ട് വരുന്ന ആൾക്കാർക്ക് കൊച്ചു കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റും ഇവിടെയുണ്ട്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ മറ്റേ കിഡ്സിൻ്റെ പ്ലേ ഏരിയ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. പിന്നെ ചില റിസോർട്ടുകളുണ്ട്, അഡൾട്ട്സ് ഓൺലി റിസോർട്ടുകൾ എന്ന് പറയും. അതിനകത്ത് കള്ളുകൂടിയും പിന്നെ പൂളും പരിപാടികളും മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ കിഡ്സ് അലൗഡ് ആയിരിക്കത്തില്ല, അതാണ് അഡൾട്ട്സ് ഓൺലി, അല്ലാതെ വേറൊന്നുമല്ല വിചാരിക്കേണ്ട. ഇവിടെ ഒരു വാട്ടർ സ്പോർട്സ് സെൻ്റർ ഉണ്ട്. വാട്ടർ സ്പോർട്സിനൊക്കെ നമ്മൾ പൈസ കൊടുക്കണം തോന്നുന്നു, വെറുതെ അല്ല. അവിടെ ആരും ഇല്ലാത്ത, ഇവിടെ എല്ലാവരും ബീച്ചിലും അതേപോലെ പൂളിലുമാണ്. Which restaurant is open now? All restaurants are open? Here is open. It's a buffet. It's a buffet. So this is the only one which is open now? And on the beach they do a barbecue. On the beach? Yes. Okay, thank you. You're welcome. Yeah. ഇതിപ്പോൾ ഓപ്പൺ ആണ്. പിന്നെ ബീച്ചിൽ ബാർബിക്യൂ ഉണ്ടെന്ന്. ഇത് ബൊഫെ റെസ്റ്റോറൻ്റ് ആണ്, നമുക്ക് പിന്നെ വരാം. ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ ബീച്ചിലും അവിടെ ഇവിടെയും പല സ്ഥലങ്ങളിലൊക്കെയാണ്. സോ നമുക്ക് എന്തായാലും പോയി നോക്കാം. സീ ട്രാറ്റോറിയ. So Antoinette will take you to your seat. Oh yeah, sure. Thank you. Yeah, hi, how are you? Yeah, good. Yeah. You dining alone? Yeah, I'm alone. I'm all alone. What to do? Yeah, I'll sit somewhere there, yeah. Yeah? Okay. Oh yeah, sure. Sparkling, yeah. Thank you. ഇവിടെ ഒരു ഫിക്സഡ് മെനു വെച്ചിട്ടുണ്ട്. ഈ മെനു എന്നാണ് നമുക്ക് ഓർഡർ ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. സോ ജസ്റ്റ് ഗിവ് മീ 1 champagne. That's good. Yeah. ബൊഫെ കഴിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇവരെന്നെ പിടിച്ച് കയറ്റിയതാണ് കേസ്. ഇവിടെ നമ്മുടെ ഇരിക്കുന്ന സ്ഥലം കണ്ടോ? ഈ കാണുന്നത് നമ്മുടെ മാൾഡീവ്സിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ബീച്ച് അതായത് ബീച്ചിന് മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോട്ടേജാണ്. ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ ഇവരാദ്യം തന്നിരിക്കുന്ന ഫിഷ് ഫ്രിറ്റേഴ്സ്, പിന്നെ ഒരു സ്പാർക്ലിംഗ് വൈൻ ഉണ്ടായിരുന്നു, അത് തന്നു. പിന്നെ ഇവർക്ക് ഡ്രിങ്ക്സിൻ്റെ വിനിയോഗം ലിമിറ്റഡ് ആയിരിക്കും, നമ്മൾ വിചാരിക്കുന്ന സാധനങ്ങളൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെ ദൂരെ ഒരു കപ്പൽ കിടപ്പുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറേ ആൾക്കാരായി, ഇവരൊക്കെ ഇവിടുത്തെ സ്റ്റാഫാണ്, അവരുടെ കൂടെ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അവരും പിന്നെ ഞങ്ങൾ ഗസ്റ്റും സ്റ്റാഫും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫിഷ്.
ഇവരുടെ ലോക്കൽ സ്റ്റൈലിലുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഞാനിവിടെ ഗ്രേസി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഇരുന്ന് ഫുഡ് കഴിച്ച് ചെറിയൊരു മഴയൊക്കെ പെയ്തു തുടങ്ങി. ഇത് ശരിക്കും ഇവിടുത്തെ ഒരു സ്വിമ്മിംഗ് പൂളാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് പൂൾ ബാർ ഒക്കെ ഉണ്ട് കേട്ടോ. സ്വിമ്മിംഗ് പൂളിൽ കിടക്കാം, പിന്നെ പൂൾ ബാർ യൂസ് ചെയ്യാം, അവിടെ ഇങ്ങനെ കിടക്കാം. വെയിലുള്ള സമയത്ത് മൊത്തം ഇവരിങ്ങനെ ബീച്ചിലായിരിക്കും. ഇവിടെ നല്ല അടിപൊളി ഒരു ബീച്ചുണ്ട്, നല്ല കാം ആൻഡ് ക്വയറ്റ് ബീച്ചാണ്. അതിങ്ങനെ സേഫായിട്ട് അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കാം. വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ എക്സ്കർഷൻസ്, അങ്ങനെ പല പല പരിപാടികളുണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് ഇതൊക്കെ മറ്റേ വെള്ളത്തിൽ ചവിട്ടുന്ന എന്തോ സാധനങ്ങളൊക്കെയാണ്. അതിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം. ചില സാധനങ്ങളൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അകത്ത് പോയിരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് എൻ്റെ കൂടെ മൊത്തം ഇവിടുത്തെ സ്റ്റാഫായിരുന്നു ഇരുന്നത്. അവരോട് കത്തി വെച്ച് അവരെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ എന്താ പറയുക അങ്ങനെ ആ ഒരു രീതിയായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഒരു പൂളാണ്. പിന്നെ ആ പൂളിൻ്റെ സൈഡിൽ ഇപ്പുറത്ത് വേറെയും കുറേ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്കൊക്കെ വരണം. ഈ നവംബർ മാസത്തിൽ കൊന്നപ്പൂ ഉണ്ടായി നിൽക്കുന്നതുണ്ടോ? ഇവിടെ ഈ ഐലൻഡിൽ ഇഷ്ടം പോലെ കൊന്നപ്പൂവുണ്ട്. പക്ഷേ ഇവർ ഏത് സമയത്തും പൂ ഉണ്ടാവുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. കൊന്നപ്പൂ നല്ല അടിപൊളി കൊന്നപ്പൂ ഉണ്ടായി നിൽക്കുന്ന കേട്ടില്ല. നോക്കി ഇവിടെ ചെസ് കളിക്കേണ്ടവർക്ക് ഔട്ട്ഡോറിൽ ചെസ് കളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് കണ്ടോ, ശരിക്കും ചെസ് കളിക്കുക, അവിടെ നിന്ന് കളിക്കണമെന്നേ ഉള്ളൂ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് റിസപ്ഷനിൽ പോയിട്ട് റൂം റെഡി ആയെന്നുണ്ടെങ്കിൽ റൂമിൻ്റെ കീ തരാൻ പറയാം. ഇവിടെ റിസപ്ഷനിൽ പോകണമെങ്കിൽ നടക്കണം, അതാണ് ആകെയുള്ളൊരു. നടന്ന് ഞാൻ അടപ്പ് കറിക്കും, മനസ്സിലായില്ലേ? എന്തോരം സ്ഥലമാണെന്നറിയോ, ഈ ഭയങ്കര ഒന്നുമല്ല, ഇതിലും വലുതും ഇതിൻ്റെ ഇരട്ടിയിലധികവുമുള്ള റിസോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ പുന്തക്കന്നിൽ പോയില്ലേ, അവിടെ പോയപ്പോഴത്തേക്കിനും അവിടുത്തെ റോയൽട്ടൺ എന്ന് പറയുന്നത് ഇതിൻ്റെ 10 മടങ്ങ് വലിപ്പമുള്ള റോയൽട്ടൺ ആയിരുന്നു. ഞാൻ അവിടെ താമസിക്കണമെന്ന് ഓർത്താണ്, പക്ഷേ താമസിച്ചില്ലായിരുന്നു. ഹായ്, ഹൗ ആർ യു? ഇങ്ങനത്തൊരു കടയുണ്ട് ഗൈസ്. ഈ കടയിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഈ സോനിയർ ഷോപ്പാണല്ലോ. ഈ ആമ ഇരിക്കുന്ന കേട്ടോ, എൻ്റെ ദൈവം, ഇതെന്തോന്നറിയോ, ഇത് മാർബിളോ? ഒരു അമ്മമ്മരാമ, നല്ല അടിപൊളി കപ്പുകൾ, കിടില സാധനങ്ങൾ. നോക്കി, ആൻറ്റിക് അനുഭവപ്പെടാം, അടിപൊളിയെ. ഇതിന് $15-20 വിലയുണ്ട് അതിനൊക്കെ. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ. സോനിയർ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു, അതുകൊണ്ട് നമുക്ക് വേണ്ട. പക്ഷെ ഇതൊരു സോനിയർ ഷോപ്പാണ്. സോനിയർ ഷോപ്പ്, പിന്നെ തൊപ്പി, ടീഷർട്ട്, അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടും. ഇവിടെ ഈ റിസോർട്ടിൽ വെച്ച് കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഞാൻ ഇവരുടെ ഒരു നോട്ടപ്പുള്ളി ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇപ്പം. കാരണം ഇപ്പം പല ആൾക്കാരും എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് തുടങ്ങിയോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ യൂട്യൂബറാണെന്ന് പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നുന്നു. കാരണം ഞാൻ ഡ്രോൺ പറത്തുന്നതിന് വേണ്ടി ഒരു പെർമിഷൻ ഇവിടെ താളിനോട് ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് യൂട്യൂബറാണെന്ന് പുള്ളിയോട് പറയേണ്ടി വന്നു. അപ്പോൾ അത് പറയണ്ടായിരുന്നോ എന്നുള്ളൊരു തോന്നൽ. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി അങ്ങോട്ട് മാറും. പിന്നെ ഇവർ നമ്മളെ അങ്ങ് സൂചിപ്പിക്കാനും പാമ്പർ ചെയ്യാനൊക്കെ തുടങ്ങും. അങ്ങനെ ഒരു സംഭവമുണ്ട്. എൻ്റെ റൂം കിട്ടി ഗായ്സ്. ഹായ്, സോ I'll take the bag. Yeah, my room is ready. I can go myself. Yeah, I'm good. Yeah, it's in the main building, right? It's just one building, right? No, you're with, yeah? Yeah, I've been there already. Yeah, so fine. Yeah, thank you. അവർ ആക്ച്വലി നമ്മളെ റൂമിൽ കൊണ്ടാക്കും. നമ്മുടെ ബാഗൊക്കെ ആയിട്ട് അവർ നമ്മളെ റൂമിൽ കൊണ്ടാക്കും. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. വളരെ പോകാനിപ്പോൾ അവരൊരാൾ എന്നെ കൊണ്ടാക്കാനായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എൻ്റെ പെട്ടിയാണ്, അതെനിക്ക് ഉരുട്ടാം. പിന്നെ അവർ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു ഐ ക്യാൻ ഗോ മൈ സെൽഫ്. അതല്ല നല്ലത്. കിടിലൻ റിസോർട്ട് കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയൊരു മഴയൊക്കെ പെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇന്ത്യക്കാരെല്ലാം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇന്ത്യക്കാരും ഇല്ലയെന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് മെക്സിക്കോയിലേക്ക് പോയി എന്ന് പറഞ്ഞവർ. സാധാരണ പല റിസോർട്ടുകളിലും ഇന്ത്യക്കാർ ഉണ്ടാവാറുണ്ട്. അറ്റ്ലീസ്റ്റ് റെസ്റ്റോറൻറ്റിൽ ഷെഫായിട്ടെങ്കിലും ഉണ്ടാവാറുണ്ട്. സോ അതിവിടെ ഇല്ലയെന്ന് തോന്നുന്നു. ഇവിടെ ബഗ്ഗിയൊക്കെ ഉണ്ടല്ലോ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട്. ബഗ്ഗിയൊക്കെ ഉണ്ട് കേസ് ഇവിടെ, ബഗ്ഗി. സോ 10605, which floor is that? Which floor is this? Okay, 6th floor. Okay, so that is gonna be 10605 on 6th floor, right? Okay, how are you? I'm good. You good? Yep, done with your food? Done right over? Done with your food? Food. You finish your lunch? Yeah. Okay. Done all that. Go lunch after them. 12. Okay. Just, yeah. Hi, you're here? You just get it into your room, Sean. Let's go. I'll take you. Yeah, sure. Thank you. You did some sightseeing? Yeah, I just went to the beach and I had my lunch from there. So guys, അങ്ങനെ ഞാൻ എൻ്റെ റൂമിൽ വന്നിരിക്കുകയാണ്. റൂം കാണിക്കട്ടെ, നല്ല അടിപൊളി റൂമാട്ടോ, കിടിലൻ റൂമാണ്. ഇതെന്തായാലും ഭയങ്കര ലാഭമായി. $200. ഇതെന്ത് ലാഭമെന്ന് എനിക്ക് ഇത്ര സെറ്റപ്പ് വിത്ത് ഫുഡ്, ഡ്രിങ്ക്സ് എല്ലാം കൂടെ ചേർത്ത്. വെൽക്കം, എൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സർനെയിം ഭയങ്കര പ്രശ്നമാണ്. ഇത് കൊള്ളാലോ. ഡിയർ രഘുനാഥ സുജിത്ത്,
on behalf of the team at Royalton Antigua, we would like to welcome you to our beautiful resort. We would like for you to have a relaxing stay. Please don't hesitate to reach out. വനേസ ആണ് എൻ്റെ പോയിന്റ് ഓഫ് കോൺടാക്ട് ഇവിടുത്തെ. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ എന്താ പറയുക ഇതുണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക ടച്ചാണോ അല്ല ടച്ചിലെ കേസ് നമ്മൾ മാരിഡിൻ്റെ ഇവരുടെ ഗോൾഡൻ എലൈറ്റ് മെമ്പറാണ്. അപ്പോൾ അങ്ങനെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് യു വിൽ ഗെറ്റ് സം പോയിന്റ് ഓഫ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവർ നമ്മളെ ടേക്ക് കെയർ ചെയ്യും. അങ്ങനെയാണ് അവരുടെ പരിപാടി. പിന്നെ എനിക്ക് ഇതുള്ളല്ലോ, നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഫ്രൂട്ട് പ്ലാറ്റർ അല്ലേ വെക്കുന്നത്, ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടോ, ഇത് കുക്കീസും പറയാൻ പറ്റത്തില്ല, ഇത് ബിസ്ക്കറ്റ്സ് ആണ്, കുക്കീസ് അല്ല. ഇത് മറ്റേ ബിസ്ക്കറ്റ്സും ചീസും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചീസാണ് വെച്ചിരിക്കുന്നത്, ചീസ്. പിന്നെ ആ ചീസ് കഴിക്കാൻ വേണ്ടിയുള്ള കട്ട്ലറീസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇവരൊരു വൈൻ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇത് ബോസ്കോ അല്ലേ, പോക്സോ അല്ല, ബോസ്കോ ടേ ക്രീമിയോളി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വൈൻ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ ഹാവ് ദിസ്. അത് കോംപ്ലിമെൻ്ററി ആയിരിക്കും. പിന്നെ ഇവിടെ ഐസൊക്കെ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനമുണ്ട്. 2 കുപ്പി വെള്ളമുണ്ട്. പിന്നെ ഇവിടെ മറ്റേ കോഫി പൗഡറും ചായപ്പൊടിയും പിന്നെ കോഫി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മെഷീനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയാണുള്ളത് നോക്കട്ടെ. എന്താണ് ഇതിനകത്തുള്ളത്? ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്തൊരു സേഫ് ലോക്കർ ഉണ്ട്. 6 ഡിജിറ്റ് കോഡ് വെച്ചിട്ട് നമുക്ക് സേഫ് ലോക്കറിൽ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം. അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. നിങ്ങൾ ഹോട്ടലുകളിൽ പോകുമ്പോഴത്തേക്കിനും ഒന്നും പുറത്ത് വലിച്ചു വാരിയിടാതെ എല്ലാം സേഫ് ലോക്കറിൽ വെച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക, പല രാജ്യങ്ങളിലും ഏതൊരു സ്ഥലങ്ങളിൽ പോകുമ്പോഴും. പിന്നെ ഈ കാണുന്ന സാധനങ്ങൾ കണ്ടോ, മിനി ബാർ, ഇതെല്ലാം ഫ്രീ ആണ്. ഇതിനൊന്നും പൈസ ഇല്ല, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇതിനകത്ത് നമുക്ക് ഇത് തീർന്നു കഴിഞ്ഞാൽ അവരോട് വിളിച്ച് പറഞ്ഞാൽ അവരിത് റീഫിൽ ചെയ്യും. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അതായത് ഈ ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടിൽ ഇതെല്ലാം ഫ്രീ ആണ് ഗൈസ്. എത്ര എന്ന് പറഞ്ഞാൽ കുടിക്കാൻ ഇതൊക്കെ ആരെല്ലാം കുടിക്കുക, തൊടത്തില്ല. ഞാനൊന്നും കഴിക്കാറില്ല. ഞാൻ ആക്ച്വലി കൊക്കക്കോള സ്പ്രൈറ്റ് ഒക്കെ വളരെ കുറച്ചേ കഴിക്കാറില്ല. വൺസിൻ്റെ മന്തൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ. ഇതെന്താ സാധനം? ഇത് കരീബ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു ബിയറാണെന്ന് തോന്നുന്നു കേട്ടോ. ഗരീബ് അല്ല കേട്ടോ, കരീബ്. ബിയറാ, ലേഗർ ബിയർ. ഗരീബൊന്നും അല്ല, ഇത് കരീബ്. പിന്നെ ഒരു ഡയറ്റ് കോക്ക് ഉണ്ട്. പിന്നെ ഒരു സാധാ കോക്ക്, സ്പ്രൈറ്റ്, പിന്നെ 4 കുപ്പി വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പാല്, പിന്നെ ഇത് ഫ്രൂട്ട് ജ്യൂസ്. ഇത് മിനി ബാർ, ദാറ്റ് ഈസ് ഫ്രീ. അത് നമുക്ക് എടുത്ത് കഴിക്കാം. പിന്നെ ഇവിടെ 2 കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ദിസ് ഈസ് ദ ബെഡ്. ഇതൊരു കിങ് സൈസ് ബെഡാണ്. നമുക്ക് എന്താ പറയുക, ശരിക്കും 2-3 പേർക്ക് സുഖമായിട്ട് കിടക്കാവുന്നൊരു ബെഡാണ്. പിന്നെ ഇവിടെ ചെറിയൊരു കൗച്ചുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ. ആൻഡ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് പാർട്ട് ഈസ് ദ വ്യൂ ഫ്രം ഹിയർ. ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് മോസ്കിറ്റോ നെറ്റാണ് ഈ കാണുന്നത്. വാവ്, അടിപൊളി. ശരിക്കും ഇവിടെ 2-3 ദിവസമൊക്കെ നിൽക്കേണ്ടതായിരുന്നു ഗൈസ്. ഒരു ദിവസം നിന്നത് ഭയങ്കര മോശമായിപ്പോയി. 2 ദിവസമെങ്കിലും മിനിമം നിന്നാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ താഴെ കാണുന്ന മറ്റേ റൂം കണ്ടോ, നമുക്ക് പൂളിലേക്ക് നടന്നിറങ്ങാവുന്ന ആ ഒരു റൂം കാറ്റഗറിയാണത്. അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. പക്ഷേ അവിടെ നമുക്ക് വ്യൂ ഒന്നും കിട്ടത്തില്ല കാര്യമായിട്ട്. നമുക്ക് ഇവിടെയാണ് കറക്റ്റ് വ്യൂ കിട്ടുന്നത്. കണ്ടോ, അടിപൊളിയല്ലേ. നമുക്ക് ആ ഒരു റിസോർട്ടിൻ്റെ ഒരു എൻറ്റയർ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ദൂരെ കപ്പലൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ വേറെ റിസോർട്ടുകളൊക്കെ ഉണ്ട്. അതായത് ഈ റിസോർട്ട് എന്ന് പറയുന്നത് അവിടെ നിന്ന് തുടങ്ങും. ഞാൻ കാണിച്ചു തരാം ഡ്രോൺ പറത്തിയിട്ട്, അങ്ങനെ മനസ്സിലാവുള്ളൂ. ഈ റോഡ് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങേ അറ്റം വരെ, ഇത് ഒരറ്റം മുതൽ അങ്ങേറ്റം വരെ ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് നടക്കാനായിട്ട്, എന്നാലേ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ. സോ ദിസ് ഈസ് അവർ റൂം. ഇനിയിപ്പോൾ ബാത്റൂം കൂടെ കാണിച്ചു തരാം. ഭയങ്കര സ്പേഷ്യസ് റൂമാണ്. ഒരു ജൂനിയർ സ്വീറ്റ് എന്നൊക്കെ പറയാവുന്ന പോലെയുള്ള ഒരു സ്പേഷ്യസ് റൂമാണ്. സോ ഇതാണ് നമ്മുടെ ബാത്റൂം. ബാത്റൂമിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാത്റൂമിൽ ഹാൻഡ് ടവൽ, ബാക്കിയുള്ള ടവൽസ്. പിന്നെ ബാത്റൂമിലും ഒരു കുപ്പി വെള്ളവും ഗ്ലാസും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കൊമോഡ്. പിന്നെ ഇത് നമ്മുടെ ഷവർ ഏരിയ. നൈസ്. ഇത് കൊള്ളാട്ടോ. സാധാരണ നമ്മൾ ഓൾ ഇൻക്ലൂസീവ് റിസോർട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആയിരിക്കുന്നത്. പക്ഷേ ദിസ് ഇസ് നോട്ട് തട്ടിക്കൂട്ട് പരിപാടി. പിന്നെ കുട വേണമെങ്കിൽ കുട വെച്ചിട്ടുണ്ട്, കാരണം ഏത് സമയത്ത് മഴ പെയ്യാം. കുട വെച്ചിട്ടുണ്ട്. പിന്നെ ബാത്റൂബ്, അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ റോയൽട്ടൺ എന്ന് പറഞ്ഞത് മാരിഡിൻ്റെ ഒരു ബ്രാൻഡാണ്. നമ്മുടെ ഏഷ്യയിൽ, ഇന്ത്യയിലൊന്നും ഇല്ലയെന്ന് തോന്നുന്നു റോയൽട്ടൺ. ഞാൻ കണ്ടിട്ടില്ല, ബാക്കി പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ഹെയർ ഡ്രയർ ഉണ്ട്. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. യെസ്. പിന്നെ ഇവിടെ ഒരു ബ്ലാങ്കറ്റ് പോലത്തെ സാധനം വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് അവർ റൂം. ഇനി നമുക്ക് ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു ആകാശ ദൃശ്യം കാണാം. എന്നാൽ മാത്രമേ ഈ റിസോർട്ട് എന്താണ്, എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ.
ഈ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിലാണ് ഇവിടുത്തെ ആൾക്കാർ കംപ്ലീറ്റ് താമസിക്കുന്നത്. അതായത് ഈ ഒരു ബിൽഡിങ്ങിൽ മാത്രമാണ് ശരിക്കും നമ്മൾ ഗസ്റ്റ് താമസിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് മിക്കതും ഈ പറഞ്ഞ പോലെ സീ വ്യൂ റൂംസ് ആണ്. സീ വ്യൂ റൂംസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതിന് മുമ്പിൽ കടൽ ഇങ്ങനെ കയറി കിടക്കുന്ന തരത്തിലുള്ള ഒരു പർട്ടിക്കുലർ ഒരു ലേക്ക് പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഇത് ആക്ച്വലി സീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീയുടെ ഭാഗമാണ്, പക്ഷേ ലേക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേക്ക് ആണെന്ന് പറയാം. സോ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് കാണുന്ന ബിൽഡിങ്ങാണ് ശരിക്കും റെസ്റ്റോറൻറ്റുകളുടെ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റുകളാണ്. പിന്നെ നമ്മൾ അതിൻ്റെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിൻ്റെ റിസപ്ഷനും പിന്നെ ബാക്കിയുള്ള നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സുവനീർ ഷോപ്പും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളും അങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് ഈ ഒരു ഭാഗം. ശരിക്കും കടൽ തീരത്ത് ഒരു കുന്നിൻ്റെ ചരിവിലായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിസോർട്ട് ഇവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ സമീപമാണെങ്കിലും ഇതിൻ്റെ ചുറ്റുമാണെങ്കിലും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസും കാഴ്ചകളും ഭംഗികളുമാണ് നമുക്ക് തരുന്നത്. ഇതിൻ്റെ മുമ്പിലായിട്ട് നമുക്കിവിടെ കളിക്കുന്നതിന് വേണ്ടിയുള്ള കുറേ സ്ഥലങ്ങൾ, നമുക്ക് ഷട്ടിൽ കോർട്ടും പിന്നെ അതേപോലെ തന്നെ ബാഡ്മിൻ്റൺ കോർട്ടും അങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഈ ഒരു റിസോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. അതായത് നമ്മൾ വണ്ടി ഓടിച്ച് വരികയാണെങ്കിൽ നമുക്ക് വാല പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ആ പാർക്കിംഗ് ഏരിയ മറ്റുമൊക്കെയാണ് നമുക്കവിടെ മുമ്പിൽ കാണുന്നത്. നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ ഭാഗമെല്ലാം ശരിക്കും ഈ ഒരു റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലം തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഇത്രയും ഭാഗത്തൂടെ വണ്ടി ഓടിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു റിസോർട്ടിൻ്റെ ഏരിയയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ കാണുന്ന സ്ഥലം കംപ്ലീറ്റ് ഈ റിസോർട്ടിൻ്റെയാണ്. നമ്മൾ മെയിൻ റോഡിൽ നിന്നും ഈ കാണുന്ന എൻട്രൻസിലൂടെയാണ് ബേസിക്കലി നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നത്. അപ്പോൾ ഈ കാണുന്ന ഇത്രയും സ്ഥലം ഈ ഒരു റോയൽട്ടൺ എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ടിൻ്റെ സ്ഥലമാണ്. കണ്ടില്ലേ എന്താല്ലേ, എത്ര വലിയൊരു റിസോർട്ടാണ് ഇവിടെ കടൽ തീരത്ത് ഇവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് നോക്കൂ. ഇതിനപ്പുറത്തായിട്ടും സമീപത്ത് മറ്റൊരു റിസോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇതാണ് നമ്മുടെ റിസോർട്ട് എന്ന് പറയുന്നത്. റിസോർട്ടിൻ്റെ സമീപത്തായിട്ട് മഴ പെയ്തു തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ മഴയത്ത് ഞാൻ എൻ്റെ ഡ്രോൺ പറത്തി മിക്കവാറും ഞാൻ എൻ്റെ ഡ്രോൺ ഇവിടെ കുളമാക്കുന്ന എല്ലാ ലക്ഷണങ്ങളും ഞാൻ കാണുന്നുണ്ട്. സോ ലെറ്റ് മീ ടേക്ക് മൈ ഡ്രോൺ ബാക്ക്. ഞാനങ്ങനെ ഡ്രോൺ പറത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും മഴ പെയ്തു. ഞാൻ ഒന്ന് പുറത്ത് പോകാം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ അപ്പോഴത്തേക്കും മഴ പെയ്തു. മഴയത്ത് അവിടെ താഴെ പൊളി ആൾക്കാർ കിടക്കുന്നുണ്ടാവും. ഇതാണ് മറ്റേ സിം ഔട്ട് എന്ന് പറഞ്ഞ കാറ്റഗറി റൂംസ് താഴെ കാണുന്നത്. നേരെ സിം ഔട്ട് ചെയ്ത് നമുക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം. അതാണ് സംഭവം. ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടിൽ മഴക്കാലത്ത് വന്ന് ഇങ്ങനെ കിടക്കുന്ന ഞാൻ. അവിടെ ബീച്ചിൽ ഇപ്പോഴും ആൾക്കാർ ജെറ്റ് സ്കീ ചെയ്യുന്നു, അങ്ങനെ പല പല പരിപാടികൾ ചെയ്യുന്നു. എന്താ അല്ലേ, എന്ത് കിട്ടില്ല സ്ഥലമല്ലേ ശരിക്കും. ഈ ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടുകളുടെ ഗുണം എന്താ പറയുമോ, നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചാവി പോലും എടുക്കണ്ട എന്നുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ചാവി എന്ന് പറയുന്നത്. സോ വി ഡോണ്ട് ഈവൻ നീഡ് ടു ടേക്ക് ദ കീ. ഞാൻ ബാഗ് എടുത്തിരിക്കുന്നത് എൻ്റെ ഡ്രോണും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ബാഗില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ബാഗ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഇതിലാണ്ട് പറ്റില്ലല്ലോ, നമുക്ക് ചുമ്മാ പോകാൻ പറ്റില്ലല്ലോ. എവിടെ നോക്കിയാലും നല്ല അടിപൊളി വ്യൂ ആട്ടോ, സംഭവം പൊളിയാണ്. ആക്ച്വലി ആൾക്കാരെല്ലാം ഇപ്പോൾ ബീച്ചിൽ നിന്ന് തിരിച്ചു വന്ന് തുടങ്ങി. നമ്മുടെ ആൾക്കാർ നമ്മൾ വെയിലാറി കഴിഞ്ഞിട്ടല്ലേ ബീച്ചിൽ പോകുള്ളൂ. പക്ഷെ ഇവർ വെയിലാറുമ്പോഴത്തേക്കിനും ബീച്ചിൽ തിരിച്ച് കയറും. ഇവർ പൊരി വെയിലത്ത് ബീച്ചിൽ പോവുള്ളൂ. നമ്മളങ്ങനെയല്ല, നമ്മൾ വെയിൽ പോയി അത് കഴിഞ്ഞിട്ടല്ല നമുക്ക് ശരിക്കും ഇവരുടെ സംഭവം അറിയാം. ഇവർ ഈ വൈറ്റ് സ്കിൻ ആയതുകൊണ്ട് ഇവർ മെജോറിറ്റി വൈറ്റ് സ്കിൻ ആളുകൾക്ക് അവർക്ക് ബീച്ചിൽ പോയി വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ടാൻ അടിച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിൻ ചുമന്ന് വരും. നമ്മൾ ഈ ബ്രൗൺ സ്കിന്നും ബ്ലാക്ക് സ്കിന്നും ഒക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് ബീച്ചിൽ പോയിട്ട് വെയിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കൂടുതൽ ബ്ലാക്ക് ആവും. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മൾ ചുമക്കുകയല്ല, നമുക്ക് സൺബേൺ അടിച്ചു. കുറച്ചൊക്കെ മറ്റേ സാധനം തേക്കണം. ഏതാ സൺസ്ക്രീനൊക്കെ തേക്കണം. പക്ഷെ എന്നിരുന്നാലും കാര്യമില്ല. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. നല്ല അടിപൊളി ഒരു ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂള് വിത്ത് കടൽ വ്യൂ. പിന്നെ ഇത് കൊള്ളാം, ഇതും പൊളിച്ചു. ഇത് കണ്ടില്ലേ, ഇതും പൂളാണ്, പക്ഷേ ഇത് കിഡ്സ് പൂളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഡ്രെയിൻ ചെയ്തിട്ടിരിക്കുകയാണ്, പകുതിയേ ഉള്ളൂ. മേ ബി കിഡ്സ് ക്യാൻ സ്റ്റേ ഹിയർ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം, എന്നിട്ട് നമുക്ക് കിഡ്സിനൊക്കെ ഇവിടെ കളിക്കാം. അതാണ് സംഭവം. ഇവിടെ വേറെയും കിഡ്സ് പൂളുണ്ട്. കിഡ്സ് പൂള് സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കൊള്ളാമല്ലേ, നല്ല കിഡിലൻ ആംബിയൻസ് ആണ്. ഇവരുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് മറ്റേ ആ വാട്ടർ വില്ലയാണ്, ആ വെള്ളത്തിന് മുകളിലുള്ള വില്ലാണ്. പക്ഷേ ഭയങ്കര റേറ്റാണ്. ഇതിന് $1500 ആ റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ റേറ്റ്. ഇവിടെ ആക്ച്വലി ഒരു പൂളുണ്ട്, പക്ഷെ അത് ഡ്രെയിൻ ചെയ്തിട്ടിരിക്കുക. ഓടാ, ഇവിടെ മെയിൻ്റനൻസ് ആണോ ശരിക്കും. ഈ പൂള് നമുക്ക് വെള്ളത്തിൽ പോയിരുന്ന് മറ്റേ പൂൾ ബാർ യൂസ് ചെയ്യാവുന്ന ഒരു സെറ്റപ്പാണ്, പക്ഷേ അത് മെയിൻ്റനൻസ് ആണ്. അവർ മെയിൻ്റനൻസ് ഇട്ടിരിക്കുക, ഇല്ലാന്നുണ്ടെ അത് യൂസ് ചെയ്യായിരുന്നു. അടിപൊളി. ഇത് ഷവർ കണ്ടില്ലേ. ഇവർ ആൾക്കാരൊക്കെ തിരിച്ച് റൂമിൽ കയറി പോയി തുടങ്ങി.
പിന്നെ ഇവിടെ മറ്റേ ഒരു ലൈഫ് ഗാർഡിൻ്റെ ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ഗ്രില്ലും പരിപാടികൾ ഉണ്ടായിരുന്നു, അതൊക്കെ പൂട്ടിക്കെട്ടി. ഇനിയിപ്പം എല്ലാവരും റെസ്റ്റോറൻറ്റിൻ്റെ പരിപാടി, കാരണം ആൾക്കാർ പോയല്ലോ. ശരിക്കും ഇതൊരു വലിയൊരു പൂളായിരുന്നു. ആ ഒരു പൂളിൻ്റെ നടുക്കാണ് ഈ പൂൾ ബാർ ഉള്ളത്. അത് ബേസിക്കലി അടച്ചു. അതാണ് സംഭവിക്കുന്നത്. കണ്ടല്ലേ, കിട്ടുന്ന സ്ഥലം കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഉള്ള റോയൽട്ടൺ എന്ന് പറയുന്ന അവരുടെ ആ ഒരു ഹോട്ടലിൻ്റെ മെയിൻ ബീച്ച് എന്ന് പറയുന്നത്. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇവിടെ റോയൽട്ടൺ എഴുതിയ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ബീച്ചിൻ്റെ ആ ഒരു സ്റ്റണ്ണിങ് വ്യൂ ശരിക്കും നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേക്കും രക്ഷയില്ലാത്ത കിടിലൻ വ്യൂ കാണാൻ സാധിക്കും. ഭയങ്കര രസം കേട്ടോ. കടലും അതേപോലെ തന്നെ കുളവും അതിന് സമീപത്തുള്ള ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് അസാധ്യ വ്യൂ ആണ് ഗൈസ്. ഒരു രക്ഷയില്ല ഗൈസ്, കിടില സ്ഥലം. എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു പ്രൈവറ്റ് ബീച്ചാണ്. ശരിക്കും ഇത് ലിറ്ററലി പ്രൈവറ്റ് ബീച്ചാണ്. കാരണം ഇവിടെ വേറെ ആർക്കും ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോലും നടന്നു വരാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കിടില സ്ഥലമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. പക്ഷേ ആസ് യൂഷ്വൽ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇവിടുത്തെ എല്ലാ ബീച്ചുകളും പ്രൈവറ്റ് അല്ല. ആർക്കും പ്രൈവറ്റായിട്ടൊരു ബീച്ചും ഓൺ ചെയ്യാനോ കീപ്പ് ചെയ്യാനോ ഒന്നും സാധിക്കുമൊന്നുമില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പക്ഷേ ഈ ഒരു റിസോർട്ടിൻ്റെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത് ശരിക്കും ഒരു കിടിലൻ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഇവിടുത്തെ ഈ ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് അതിലും മനോഹരമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഒരു കിടിലൻ പൂളും വലിയ പൂള്. ഐ എം മിസ്സിങ് ഇറ്റ് മാൻ. അടിപൊളി പൂളായിരുന്നു ഈ ബീച്ചിന് ഈ ഒരു ബാറിന് പറയിലുള്ളത്. ശരിക്കും പൂളിൽ കിടന്ന് കള്ള് പിടിക്കാൻ പറ്റിയ സെറ്റപ്പ് ആയിരുന്നു. പക്ഷേ വി ആർ മിസ്സിങ് ഇറ്റ് ആക്ച്വലി. അത് മെയിൻ്റെനൻസ് ആയതുകൊണ്ട് മിസ്സിങ് ഇറ്റ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബീച്ച് സൈഡിലെ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്നാണ് നമ്മൾ ആക്ച്വലി ഫുഡ് കഴിച്ചത്. ഇനി ഞാൻ ഇവിടുത്തെ മാൾഡീവ് സ്റ്റൈലിലുള്ള ആ ഒരു വില്ലകൾ കാണിച്ചു തരാം. അതിനകത്തും സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് മോനെ. പൊളിച്ച് അതൊരു രക്ഷയില്ല കേട്ടോ. അത് ശരിക്കും വെള്ളത്തിന് മുകളിൽ അതിങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിന് അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. വാട്ടർ വില്ല കോട്ടേജസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ കടലിൽ ഇങ്ങനെ ഇറക്കി വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫ്ലോട്ടിംഗ് ആക്ച്വലി. ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ മാൾഡീവ്സിലൊക്കെ കാണുന്ന പോലെ തന്നെ സെയിം സെറ്റപ്പ്. പിന്നെ നമുക്ക് മലയുടെ മുകളിലൊക്കെ നമുക്ക് കുറച്ച് കോട്ടേജസ് ഒക്കെ കാണാം. അത് ആക്ച്വലി ഇതിൻ്റെ ഭാഗമല്ല, അത് വേറെ റിസോർട്ടാണ്. ഈ റിസോർട്ടിൻ്റെ ഭാഗമല്ല. പക്ഷേ ദിസ് പ്ലേസ് ഈസ് റിയലി ഗുഡ്. ഒരു രക്ഷയില്ലാത്തൊരു കിഡിലൻ സെറ്റപ്പ്. അടിപൊളി അല്ലേ? അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ശരിക്കും അവിടേക്കൊക്കെ താമസിക്കാൻ പറ്റുമായിരുന്നു, ഒന്നും കൂടെ അടിപൊളിയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു സാധാരണ മുറിയാണ്, അതല്ല. എല്ലാവരും അടിയാണ് ഗൈസ്. അടിക്കുക പൊളിച്ചാടുക തകർക്കുക. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചാടാനോ ഒന്ന് റിലാക്സ് ചെയ്യാനോ ഒന്ന് എൻജോയ് ചെയ്യാനോ ആക്ച്വലി പറ്റുന്നില്ല. അതിനുള്ള സമയമില്ല. വീഡിയോ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എൻജോയ് ചെയ്യാൻ പറ്റില്ല, കറങ്ങി നടക്കണം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡിന്നറിന് സമയമായി. ഞാൻ തിരിച്ച് റൂമിലെത്തി. എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു, വർക്കൊക്കെ തീർത്ത് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. സോ ഇറ്റ്സ് ടൈം ഫോർ ഡിന്നർ എന്ന് പറയുന്നത് നമ്മളെ സ്റ്റേക്ക് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അവരെനിക്ക് സ്റ്റേക്ക് ഹൗസിൽ എനിക്ക് റിസർവേഷൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിവിടെ താമസിക്കുമ്പോഴത്തേക്കിനും റെസ്റ്റോറൻറ്റ്സിൽ ബൊഫെ അല്ലാത്ത റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴത്തേക്കിനും നമ്മൾ റിസർവേഷൻ ചെയ്യണം, എന്നാലും നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ അത് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. നമുക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും ചാവി ഒന്നും എടുക്കണം. നമുക്ക് ഈ സാധനം മാത്രം കയ്യിലുണ്ടായാൽ മതി. അപ്പോൾ റൂം നമ്പർ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതാണ് മറക്കാണ്ടിരിക്കേണ്ടത്. ഇവിടെ രാത്രിയിൽ എന്തോ DJ യോ പാർട്ടിയോ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഒന്നും കാണുന്നില്ലല്ലോ. ഹാഫ് ഓഫ് ദ റിസോർട്ട് ഈസ് എംപ്റ്റി കേട്ടോ. വലിയ തിരക്കും ബഹളവും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇതൊരു റെസ്റ്റോറൻറ്റ് ഗോമറ്റ്. ഇത് ഹണ്ടർ. നമ്മളെവിടെയായിരുന്നു പോകുന്നത് നോക്കട്ടെ. ഇതൊക്കെയാണ് ഇവരുടെ ഫുഡ്. അപ്പറ്റൈസേഴ്സ് ഉണ്ട്, സൂപ്പ് ഉണ്ട്, ഫിഷ് ഉണ്ട്, മീറ്റ് ഉണ്ട്, പിന്നെ ബ്രിസ്ക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ബ്രിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ വെജിറ്റേറിയൻ ഓപ്ഷൻ ഉണ്ട്. അത് പ്ലാൻ ബേസ്ഡ് ബർഗറാണ്. കിഡ്സ് മെനു ഉണ്ട്, ഡെസേർട്ട്സ് ഉണ്ട്. ഇവിടെ എല്ലാം പൂച്ചയുണ്ട് കേസ്. നോക്കി എത്ര പൂച്ചയാണെന്ന് നോക്കി. 1 2 3 4 5 6 പൂച്ച. ഇവർ വളർത്തുന്ന പൂച്ചയാണെന്ന് തോന്നുന്നു. സോ അകത്തും പുറത്തൊക്കെ ആയിട്ട് ആൾക്കാരിരുന്ന് ഡൈനിങ് ചെയ്യുകയാണ്. ഞാൻ പുറത്തിരിക്കുകയാണ്. ഫുഡ് ഓർഡർ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ മറ്റേ ഹണ്ടർ സ്റ്റേക്ക് ഹൗസ് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ആദ്യം എന്തോ ഒരു ബ്രെഡിൻ്റെ കഷ്ണം വിത്ത് എന്തോ ഒരു സാധനമൊക്കെ കൊണ്ട് തന്നു. ഇത് ഞാൻ ഓർഡർ ചെയ്ത അപ്പറ്റൈസറാണ്. ഇത് ശരിക്കും ഗ്രീൻ സലാഡാണ്. ഗ്രീൻ സലാഡ് വിത്ത് ഹണി മസ്റ്റാർഡ് ഡ്രസ്സിങ്. നല്ല ഫ്രഷ് സാധനങ്ങളൊക്കെ ആട്ടോ എല്ലാം തരുന്നത്. പിന്നെ ഇത് ചൗദർ സൂപ്പ് എന്ന് പറയും. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, കുടിച്ചു നോക്കണം. എന്തായിരിക്കും സംഭവം? ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഒന്നൊരു ഫാമിലി ആയിരിക്കും, കപ്പിൾസ് ആയിരിക്കും, പിന്നെ ഫ്രണ്ട്സ് ഉണ്ടാവും. എനിക്കൊരു സർവീസ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രീതിയിലാണ് സർവീസ് ചെയ്യുന്നത്. ചിലപ്പോൾ തിരക്ക് കുറവായതുകൊണ്ടല്ലേ. അടിപൊളി സൂപ്പ്. സ്വീറ്റ് കോണൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഫിക്സഡ് മെനു ആണ് ബേസിക്കലി. നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ചിട്ട് അവരെടുത്തുകൊണ്ട് വരും. എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ബീഫ് ബ്രിസ്ക്കറ്റ് വിത്ത് ഒരു സ്പൈസ്ഡ് സോസ്. പിന്നെ അതിനകത്ത് തന്നെ കൂടെ പൊട്ടറ്റോ
വെഡ്ജസും ഉണ്ട്. കൊള്ളാല്ലേ, കാണാൻ ലുക്കുണ്ട്. കഴിച്ചു നോക്കട്ടെ അതിനോടൊപ്പം. ഓ പൊളി, അടിപൊളി. ഇതൊരു രക്ഷയിടും. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഇവിടെ രണ്ടാൾക്കാര്. ഇതെന്താ പരിപാടി? ഇത് കൊള്ളാലോ, അടിപൊളി. അവര് പെർഫോമൻസ്, ആളുകളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി വരുന്ന. അപ്പൊ ഈ റിസോർട്ടൊക്കെ ഫുള്ളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇവിടെ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി ഇല്ലേ? We have my party. We start 9 o'clock with our fire presentation, and we got lots more. 9 മണിക്ക് എന്തോ പാർട്ടി തുടങ്ങാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും, കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇവർ പാർട്ടിയൊക്കെ തുടങ്ങുന്നത്. ഇവരിങ്ങനെ റെസ്റ്റോറൻ്റ് എല്ലാം ഇങ്ങനെ കയറി നടക്കാണ്. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ പല റെസ്റ്റോറൻറ്റുകളിൽ ഇങ്ങനെ കയറി നടന്ന ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ എന്തെങ്കിലുമൊക്കെ വേറെ പരിപാടി ഉണ്ടാവും. ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് റൂമിൽ വന്ന് കുറച്ച് നേരം ഇരിക്കുകയായിരുന്നേ. നോക്കുമ്പോഴാണ് ഇവിടെ കാണുന്നത്, കണ്ടില്ലേ, മാരിയറ്റ് എക്സ്പീഡിയ സൺവിങ് TUI. ഈ സൺവിങ്ങും TUI ഒക്കെ ഈ ബഡ്ജറ്റ് എയർലൈൻസ് ആണ്. ഇവരൊക്കെ ഈ പാക്കേജ് ടൂറുകൾ നടത്തും. അപ്പോൾ മിക്കവാറും അവർക്ക് ഇവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊളാബറേഷൻസ് ഉണ്ടാവും. അതാണ് ഇവിടെ നമുക്ക് TV-യിൽ ഇവർ കാണിച്ചിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി ഒന്ന് കുളിക്കണമെന്നുണ്ട്. എൻ്റെ മുടി വളർന്നു, മുടി കെട്ടാറായി. കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ എന്തോ പരിപാടിയുണ്ട്, നമുക്ക് കാണാൻ പോകണ്ടേ. ഇവിടെ ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ രാത്രിയിലായപ്പോഴത്തേക്കും. ഇത് കണ്ടോ, ഇവര് ക്രൂ ആണ്, ഇവിടുത്തെ സ്റ്റാഫാണ്. അവരുടെ ആളുകളെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ കുറെ ആൾക്കാർ, നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലത്ത് ആദ്യം ഒരു ബാർ കണ്ടില്ലേ, ആ ഒരു ബാറിലിരുന്ന ആൾക്കാരൊക്കെ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുക. അത് സ്റ്റാഫുണ്ട്, പിന്നെ ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ പലരും ഉണ്ട്. ാണ് നടക്കുന്നത്. വൈറ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഡാൻസ് കളിക്കും. വൈറ്റ് പാർട്ടി എന്ന് പറയുന്നത് വൈറ്റാണ്. ഞങ്ങളുടെ ബാറിന്റെ സൈഡിൽ നിൽക്കുകയാണ് ഗൈസ്, ഡാൻസും കണ്ടോണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, ഒറ്റയ്ക്കല്ലേ. അവിടെ താഴെ കുറെ ആൾക്കാരെ ഡാൻസ് പഠിപ്പിച്ച് ഡാൻസ് കളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാത്രി 10 മണി ആയതേ ഉള്ളൂ. ഇതിങ്ങനെ ഒരു 1 മണി വരെയൊക്കെ പോകും രാത്രിയിൽ. ഇത് നമ്മൾ താമസിക്കുന്ന റൂമിന്റെ അവിടെ നിന്ന് കുറെ ദൂരം മാറിയാ, സോ ആർക്കും ഒരു ഡിസ്റ്റർബൻസും ഇല്ല. രാത്രി 10:30 മണി. അപ്പോൾ അവിടെ ഒരു മണി 2 മണി വരെ കാര്യങ്ങളൊക്കെ നടക്കും. എനിക്ക് ഉറക്കം വരുന്നു. എന്ത് ചെയ്യാനാ, വേറെ ഒന്നും ചെയ്യാനില്ല. അവിടെ ആ കുറച്ചേ ഉള്ളൂ. ഒരു വൈബല്ല. അതായത് അവിടെ ഉള്ളവരെല്ലാം ഒന്നുകിൽ ഫാമിലീസ് അല്ലെങ്കിൽ കപ്പിൾസ്, പിന്നെ അങ്ങനത്തെ ആൾക്കാരാണ്. നമുക്ക് വൈബ് ചെയ്യാൻ പറ്റിയ ടീംസ് ആരുമില്ല. ഒന്നുകിൽ ഫാമിലി ആയിട്ട് വരണം, ഇല്ല ഫ്രണ്ട്സായിട്ട് വരണം. അല്ല ഒറ്റയ്ക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എന്നെ പോലെ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കും. ഗീസ് ജസ്റ്റ് നത്തിങ് ടു ഡു, ചുമ്മാ കള്ളു പിടിച്ചിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. എല്ലാ സംഭവം ഓപ്പണാണ്, എല്ലാ ബാറും ഓപ്പണാണ് കേട്ടോ. ചില പ്രീമിയം ഡ്രിങ്ക്സ് ഒക്കെ കാശ് കൊടുത്ത് വാങ്ങണം, ബാക്കി എല്ലാം ഇൻക്ലൂഡഡ് ആണ്. കണ്ടില്ല, നാളത്തെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ഒക്കെ എഴുതി ചാർട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സീ യു ടുമോറോ എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാവിലെ അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ, കുറേ സംഭവം. ഉച്ചയ്ക്ക് പൂൾ ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വൈകിട്ട് ലോബിയിൽ മൂവി ടൈം ഉണ്ട്. പിന്നെ ഓൾ വെയ്റ്റ് പാർട്ടി, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാവിലെ യോഗ, അങ്ങനെ പല പല പരിപാടികളുണ്ട്. അതിൻ്റെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് രാവിലെ പോകണം. നമ്മുടെ റൂം തുറന്ന് ബാൽക്കണിയിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ ഇതാണ് ആംബിയൻസ്. രാത്രി കണ്ടോ, അവിടെയാണ് പാട്ടും പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ മുമ്പിൽ നമ്മുടെ ആ ഒരു കടലിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ദൂരം അവിടെ വരെ, ബീച്ചിൻ്റെ അവിടെ വരെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്.
താഴെ മറ്റേ സിം ഔട്ട് എന്ന് പറഞ്ഞ ആ റൂം സംഭവങ്ങളും അവിടെയാണെന്നുണ്ടെങ്കിൽ രാത്രിയാണെങ്കിലും പൂളിൽ ഇറങ്ങാം കേട്ടോ. അത് ഈ കാണുന്ന ഇത്രയും ഭാഗത്തുള്ള ചെറിയ ഈ കുഞ്ഞി പൂളിൽ ഇറങ്ങാം, അത്രേ ഉള്ളൂ. വേറെ സംഭവമൊന്നുമില്ല, നൈസാണ്. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റപ്പോഴേ ഇത് കണ്ടില്ലേ, എല്ലായിടത്തും തണുത്ത് വിറച്ച്. ഇത് AC ഭയങ്കര തണുപ്പായിരുന്നു, തണുത്ത് വിറച്ച് ഇതെല്ലാം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സെറ്റപ്പാക്കി ഇട്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി AC തണുപ്പ് കൂടുതലായിട്ട് ഞാൻ ഇതെല്ലാം തുറന്നിട്ട്, ഇവിടെ രാത്രി ഭയങ്കര മഴയായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് തന്നെ വരാന്തയിലും അവിടെയൊക്കെ എല്ലാം നല്ല വെള്ളമാണ്. സോ ഇന്നലെ എനിക്ക് ഓടാൻ പോകാൻ പറ്റിയില്ല, ഇന്ന് രാവിലെ ഇപ്പോൾ ഓടാൻ പോകണം. സോ വിൽ സ്റ്റാർട്ട് ഫ്രം ദിസ് എൻഡ് ടു ദാറ്റ് എൻഡ് ആൻഡ് വിൽ ഗോ ഫോർ മൾട്ടിപ്പിൾ റൗണ്ട്സ്. ഇവിടെ ജിമ്മുണ്ട്, ജിമ്മിൽ പോയിട്ട് ഓടാൻ ട്രെഡ്മിൽ ഓടാനായിട്ട് താല്പര്യമില്ല. അവിടെ ഒരു കപ്പൽ കിടപ്പുണ്ടോ ആ ഭാഗത്ത് കേട്ടോ, എനിക്ക് ഇന്നലെ മുതൽ അവിടെ കാണുന്നുണ്ട്. പിന്നെ അവിടെ മലയുടെ മേളിലൊക്കെ ആ കാണുന്നതൊക്കെ ഇൻഡിവിജ്വൽ വീടുകളും കോട്ടേജുകളും സെറ്റപ്പുകളും ഒക്കെയാണ്. രാവിലെ ഓടിക്കളിച്ച് ബീച്ചിൻ്റെ സൈഡിലെത്തിയപ്പോഴത്തേക്കിനും ഇവിടെ കണ്ട ഒരു മനുഷ്യനില്ല കണ്ട. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വന്നു തുടങ്ങും. അതാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇത്രയും കാശ് കൊടുത്ത് ഒരു ഹോട്ടലിൽ നിന്ന് താമസിച്ചിട്ട് ആദ്യമായിട്ടായിരിക്കും ഞാൻ പൂളിൽ ഇറങ്ങാതെ പോകുന്നത്. രാവിലെ ബീച്ചിൽ ഇറങ്ങാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. ആ ബീച്ച് വില്ല അത് പൊളിയാട്ടോ, കിടുവോ അത്. ഈ കാണുന്ന ആ ഒരു ബീച്ച് വില്ലയുടെ മേളിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. സാധാരണ ആൾക്കാർക്ക് അതിലേക്ക് ആക്സസ് ഉള്ള അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ. കാരണം പ്രൈവസി കൺസേൺസ് ഉണ്ടാവുമല്ലോ. ഇത്രയും പൈസ കൊടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ദിൽ ബി എക്സ്പെക്റ്റിംഗ് മോർ പ്രൈവസി അല്ലേ. ഇവിടെ ഒരു സെക്യൂരിറ്റി അവർക്ക് വേണ്ടി മാത്രം ഇരിപ്പുണ്ട്. അപ്പോൾ അവർ കടത്തി വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. നൈസല്ലേ. ഇന്നലെ ഞാൻ ഡ്രോൺ പറത്തുന്നതിന് മുമ്പായിട്ട് അവർ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, അതിൻ്റെ അടുത്ത് കൊണ്ട് ക്ലോസപ്പായിട്ട് പറത്തരുത്, അല്ലാതെ ദൂരെ നിന്ന് പറത്തണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. കാരണം സെക്യൂരിറ്റി പ്രൈവസി കൺസേൺസ്. അയ്യോ എൻ്റെ അമ്മേ, വേർത്ത് കുളിച്ച്. ഒന്നാമതോടെ ഹ്യൂമിഡിറ്റി ഉണ്ട്, അതിന് മേലെ ചൂടും വെയിലും വന്നു. ഇനി വേറൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ഇന്ത്യൻ ടീമില്ലേ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇവിടെ കളിക്കാൻ വന്ന സമയത്ത് അവർ ഈ ഹോട്ടലിലാണ് താമസിച്ചത്. അവർ ഈ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിന് വന്നതാണ്. ലാസ്റ്റ് വന്ന സമയത്ത് അവർ ഈ ഹോട്ടലിലാണ് താമസിച്ചത്, ഇവിടെ ആൻറ്റിഗ്വയിൽ. സോ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ലെറ്റ്സ് ഗോ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. സമയം രാവിലെ 9:30 മണിയായി. കുളിച്ച് ഡ്രസ്സൊക്കെ മാറി 9:30. എത്ര മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഈ ഭാഗത്തൊരു സ്റ്റോം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസം മഴയായിരിക്കും. മഴ പെയ്താലും നടന്ന് മഴ നനയാതെ മുമ്പിൽ വരെ പോകാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് പോവാം. നമ്മൾ ഈ രാജ്യത്തോട് ഇവിടെ പറയുകയാണെന്ന്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. ഇവിടെ എല്ലാം വെറ്റ് ഫ്ലോർ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും വെറ്റ് ഫ്ലോർ കേട്ടോ. എൻ്റെ കാലിപ്പോൾ തന്നെയായിരുന്നു. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് പ്ലേസ്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ലൈവ് എഗ്ഗ് പരിപാടികൾ, പിന്നെ അവിടെ കുറേ സംഭവങ്ങളുണ്ട്. ബ്രെഡ്സ് കുറേ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രെഡ്സ്. പിന്നെ ഇവിടെ മറ്റേ ഇതാണ് കോൾഡ് മീറ്റ്സ്, പിന്നെ ചീസും സാൽമണും. ചീസൊക്കെ ഇഷ്ടംപോലെ കഴിക്കും കേട്ടോ. സ്മോക്ക്ഡ് സാൽമണൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വെജിറ്റബിൾസ് ഉണ്ട്. ഇവിടെ ബേക്കൺ, പിന്നെ കറി ചിക്കൻ, പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഒരു സലാഡ് ബാർ ഉണ്ട്. വീണ്ടും ഫ്രൂട്ട്സും അതേപോലെ തന്നെ ഡെസേർട്ട്സും. ഇവിടെ ഉണ്ട് ഒരു പുള്ളിക്കാരി. ഇവരെന്താ ഉണ്ടാക്കുന്നത്? ഇവർ ബ്രെഡൊക്കെ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ പാൻ കേക്ക് ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ കാണുന്നത്. അതൊക്കെ എന്താണെന്നറിയോ? മത്തങ്ങ, പിന്നെ പഴം പുഴുങ്ങിയത്, പിന്നെ അത് കാച്ചിലാണെന്ന് തോന്നുന്നു, കാച്ചിൽ പുഴുങ്ങിയത്. അതൊക്കെ ഇവിടുത്തെ ഐലൻഡേഴ്സ് കഴിക്കുന്ന ഫുഡാണ് ആ സാധനങ്ങളൊക്കെ. ഇതൊക്കെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഇവിടെയുള്ള എല്ലാം ഇച്ചിരി എടുത്തു. മുട്ടയും വാങ്ങിച്ചു. പുറത്താണെങ്കിൽ ഇപ്പോൾ ഒരു മഴയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നല്ല ഫ്രഷായിട്ട് കിടക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ. ആ ഒരു മഴ, ഇവിടുത്തെ മഴ ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പെയ്യുന്നില്ല. അതാണ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. കണ്ടിന്യൂസ് പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളപ്പൊക്കവും പരിപാടികളൊക്കെ ഉണ്ടാവും. ഇവിടെ ഈ ഐലൻഡിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും. ക്യാൻ യു ഗൈസ് ഇമാജിൻ? അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളപ്പൊക്കവും പരിപാടികളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കണ്ടിന്യൂസ് മഴകൾ എപ്പോഴും ഒരു പ്രോബ്ലമാണ്. രാവിലെ എല്ലാവരും ബീച്ചിൽ പോയേക്കുക. രാവിലെ കുറച്ച് മഴ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഇപ്പോൾ തെളിഞ്ഞ് വരുന്നുണ്ട്. ഫുള്ള് തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ചെക്ക് ഔട്ട്. ഇവിടെ നിന്ന് ഈ ടാക്സി വിളിച്ച് പോകണം എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. ടാക്സി എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടുത്തെ ലോക്കൽ ടാക്സികളെ ഉണ്ടാവുള്ളൂ. വേറെ ഇവിടെ ഊബറും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഈ ഒരു വലിയ വൻ മൊത്തം ഞാൻ പിടിച്ചോണ്ട് പോകണം കേസ്. അല്ല, ഇവിടുത്തെ ഇത് ഏത് വണ്ടിയാണെങ്കിലും ഇവിടുന്ന് എയർപോർട്ട് ഇപ്പം $30. ഇച്ചിരി കൂടുതലാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഈ റേറ്റൊക്കെ ആവും. അപ്പോൾ എനിക്ക് വേണ്ടി ഒരൊറ്റ വണ്ടി. ഇവിടുന്ന് 13 കിലോമീറ്ററാണ് എയർപോർട്ടിലേക്കുള്ളത്. സോ നമുക്ക് 13 കിലോമീറ്റർ അവർ കൊണ്ടുവിടും. അരമണിക്കൂർ കൊണ്ടെത്തും. എത്തുമായിരിക്കും. എനിക്കിപ്പോൾ 1 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം 11 മണിയായി. വെച്ച് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. റിലാക്സ് ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല. ഫുള്ള് ഇങ്ങനെ ഓടി നടന്ന് വീഡിയോ എടുപ്പ് മാത്രമായിരുന്നു. പക്ഷേ ഐ കുഡ്ന്റ് റിലാക്സ് ചെയ്തിട്ട്. എനിവേ ഇനി അങ്ങോട്ട് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബൈ ഓൾട്ടൺ ആൻറ്റിഗ്വ. സീ യു. ബൈ.